ജാനകി. സ്ഥിരം ആന ഇറങ്ങുന്നുണ്ടല്ലേ? സ്ഥിരം ആന ഇറങ്ങുന്നുണ്ട്. അത് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്നത്. അല്ലേ? 4 പ്രാവശ്യം ഇറങ്ങി. അതിപ്പോൾ നെല്ലിവിടുന്ന് കാണുന്നില്ല. അവിടെ പോയ നെല്ലൊന്നും ഇല്ല. നെല്ലൊക്കെ തിന്ന് തീർത്തു. മൊത്തം തീർത്തല്ലേ? എന്തേരം കൃഷി ഇറക്കി ഈ പ്രാവശ്യം? ഇവിടെ 80 സെന്റ് വയലുണ്ട്. 80 സെന്റ്. അതിലിപ്പോൾ എന്തോരം തീർന്നു? അതിപ്പോൾ 40 സെന്റ് കഴിഞ്ഞു. പകുതിയും തീർന്നു. അതിൻ്റെ കൂടെ 100-200 കുരങ്ങാണെങ്കിൽ വൈകുന്നേരം വരെയും നെല്ലിൽ തന്നെ. കുരങ്ങ് ശല്യം അതും ഭയങ്കര ശല്യം. കൊയ്യാനും പാരാനൊന്നും കിട്ടില്ല. പിന്നെ കൃഷി എടുക്കാൻ മാത്രം കന്നാലിക്ക് എന്തെങ്കിലും പുല്ല് കിട്ടുമെന്നേ ഉള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ കാവൽ കിടക്കുന്നത്? ആര് കാവൽ കിടക്കാൻ ഇപ്പോൾ 2 ആളേ ഉള്ളൂ ഇവിടെ കിടക്കാൻ. എല്ലാവരുടെയും കൂടെ എനിക്ക് വീട്ടിലങ്ങനെ ആണുങ്ങളൊന്നും ഇല്ല. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത് പറയുന്നത്. ഇവരൊക്കെ തന്നെ കാവൽ കിടന്നിട്ട് ഇങ്ങനെ നോക്കുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ കാവൽ കിടക്കാൻ പറ്റും ഉണ്ടാക്കാന്നല്ലാതെ അത് എത്ര ഉറുപ്പ്യ കടം വാങ്ങിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുത്തി കൃഷി എടുക്കുന്നത്. അല്ലാതെ എനിക്ക് ആരും സഹായിച്ചിട്ടൊന്നുമല്ല. കടം വാങ്ങി ചോറ് അരി പുറത്തുനിന്ന് മേടിക്കാൻ കഴിയാത്തതുകൊണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു മെച്ചവും ഇല്ല. അതിനിപ്പോൾ ഒന്ന് വീട്ടിലെത്തണമെങ്കിൽ തന്നെ പൈസ എത്ര വേണം? നേരം പെടുത്താൽ കുരങ്ങ് നമ്മൾ ഇവിടെ ആട്ടുമ്പോഴേക്കും അവിടെ അതിപ്പോൾ ഇന്നെന്താ കാണുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. ആന വരുമ്പോൾ എപ്പോഴും പരാതി ഫോറസ്റ്റുകാരെ വിളിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വിളിക്കുന്നുണ്ട്. എപ്പോഴും വിളിക്കുന്നുണ്ട്. അവർ വന്നൊന്ന് നോക്കും പോകും. കഴിഞ്ഞ പ്രാവശ്യം 2 കാവക്കാർ നിർത്തി. എന്നിട്ടെന്ത് 3/4 ആന ഒന്ന് കളഞ്ഞു. അവരെന്ത് 9 മണി വരെ മാടത്തി അവിടെ ഇതിരിക്കും. പിന്നെ അവർ പോയി വീട്ടിൽ. വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ കൃഷി. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. പിന്നെ എന്തെങ്കിലും നമുക്ക് ലേശം കഞ്ഞി കുടിക്കണ്ട. ആരെയും കൊണ്ടുതരാനുണ്ടോ? ഞാനൊരാൾ അധ്വാനിച്ചിട്ട് വേണ്ട എൻ്റെ ജീവിതം കഴിയാൻ. വേറെ ആരും ഇല്ലല്ലോ. ആരും ഇല്ലല്ലോ. അതിന് ആനക്ക് അങ്ങനത്തെ ഒരു പേടിയില്ലല്ലോ. എത്ര പേരുന്നാലും ആനക്കൊരു ഇതൊന്നുമില്ല. സ്ഥിരം വരുന്ന മുട്ടിക്കൊമ്പൻ അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് വയലിലേക്ക് വരുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് ഞങ്ങളിപ്പോൾ. ഇതിന് മുന്നത്തെയൊക്കെ നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടിയില്ല. ഇപ്പോൾ ഒരു 3 കൊല്ലമായി അങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് ഒരു ഉറപ്പ് ഇതാന്നിട്ട് കിട്ടി. കണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 3/4 കൊയ്തുവാരി എടുത്തതിൻ്റെ കൂലി വരെ എനിക്ക് 4-5 പൊതി നെല്ല് കിട്ടി. അത്രയും വയൽ 1 ഏക്കറിൻ്റെ അടുത്ത് വയൽ കൃഷി എടുത്തി. ഒരു സഹായവും ഇല്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. എനിക്ക് 2 കാവലിന് ആളെ നിർത്തിയാൽ മതി. എനിക്ക് വീട്ടിലാണെങ്കിൽ ഒരു ആൺകുട്ടിയില്ല, കെട്ടിയവനും ഇല്ല. അപ്പോഴാണ് അവർ പറയുന്നത് ഫണ്ടില്ലാത്തതുകൊണ്ട് കാവക്കാർ നിർത്താൻ പറ്റില്ല. ഇൻഷുറൻസ് പറഞ്ഞിട്ട് ചെയ്യുന്നു. അത് ഞങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടുന്നില്ല. ഒരു ആനുകൂല്യം കൃഷിക്ക് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട ആനയും കുരങ്ങും തിന്നു പോകുക എന്നല്ലാതെ ഞങ്ങളെ അധ്വാനം ബാക്കി. നേരം പെടുത്ത വൈകുന്നേരം വരെ വയലിൽ കഴിച്ചു കൂട്ടണം. ഈ കുരങ്ങാട്ടിയിട്ട് വീട്ടിലത്തെ പണിയാൻ നോക്കും. കുരങ്ങിനെ ആട്ടും. കന്നാലിക്ക് പുല്ല് വെട്ടാനേ പോകും.